അടുത്ത അതിഥിയായി സംഗീത സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് എത്തുന്നത് നാടൻ പാട്ടുകളുടെയും ഓണപ്പാട്ടുകളുടെയും പ്രിയ ഗായകൻ ശ്രീ കാവാലം ശ്രീകുമാർ. കാവാലം ശ്രീകുമാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാരായണ പണിക്കർ സാറിനെയും നാടൻ പാട്ടുകളും അല്ലേ ഓണപ്പാട്ടുകളും അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ശ്രീകുമാറിൻ്റെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് കേട്ടു തുടങ്ങാം. കൊച്ചിലെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കാവാലത്തും ഇതുപോലെ അല്ലേ? അതെ അതെ. അല്ല ശരിക്കും ചെറുപ്പത്തിലെ നാട്ടിൽ തന്നെ അല്ലേ? ചെറുപ്പത്തിൽ ആലപ്പുഴയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഇത്തരം അവധികൾ വരുമ്പോഴും പ്രത്യേകിച്ച് ഓണക്കാലമാണല്ലോ, നമുക്ക് പഠിക്കുമ്പോൾ ആദ്യം വരുന്ന അവധി ഓണം, ഒരു നീണ്ട അവധി കിട്ടുന്നത് ഓണം. അതെ അതെ. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഉത്സാഹമാണ്. നമ്മുടെ നാട്ടിൽ പോയി അവിടെ നിൽക്കുക, അവിടെ അച്ഛൻ്റെ ചേട്ടനും അമ്മയുടെ ചേച്ചിയും അങ്ങനെ വലിയച്ഛനും വല്യമ്മയും അവരുടെ വീട്ടിൽ പോയി നിൽക്കുക. അതൊക്കെ വലിയൊരു പുഴയുണ്ട് അവിടെ. ആ പുഴയിലിങ്ങനെ കുളിക്കുക, ആടിത്തിമർത്ത് കുളിക്കുക. എല്ലാവരുടെ ഒരു ബാല്യത്തിനുമല്ലേ, പ്രത്യേകിച്ച് നമ്മളെ ഏജ് ഗ്രൂപ്പൊക്കെ ഉള്ള ആളുകൾക്കെല്ലാം ഇങ്ങനത്തെ ഓർമ്മകളാണ് ഒരുപാട് അല്ലേ പുഴയും. പക്ഷെ അത്തരം ഓർമ്മകളൊന്നും പിന്നീട് നമുക്ക്, അതാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലല്ലേ, ഇത്രയും ബാല്യകാല ഓർമ്മകളാണ് നമുക്ക് എപ്പോഴും അയവിറക്കാൻ പറ്റുന്നൊരു ഇത് ബാല്യകാലത്തിൻ്റെയും കൂടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. കാരണം ഇതേ സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ പോയാൽ നമുക്ക് അന്നത്തെ ആ ഒരു ഇത് കിട്ടുന്നില്ല അല്ലേ? ഇല്ല. ഇപ്പോൾ പണ്ട് ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ ഉമ്മയുടെ തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പുഴ. ഇന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ പുഴയിൽ ഇറങ്ങരുത്, മണൽ വാരിയിട്ട് അവിടെ ഭയങ്കര കുഴിയാണ്, അപകടമാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് നല്ല ഓർമ്മകൾ തന്നിരുന്നതിൻ്റെയൊക്കെ പവിത്രതയൊക്കെ അങ്ങ് പോയി അല്ലേ? പോയി, കാലം മാറി. നമുക്ക് പല ഘട്ടങ്ങളായിട്ടുള്ളൂ നമ്മുടെ ഓണത്തെ പറ്റിയുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്ന്, ജോലി കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ മുന്നേറുന്നവരെ, കല്യാണത്തിന് ശേഷം, ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ അല്ല ഓർമ്മകൾ എന്ന് പറയുന്നത്. ജീവിക്കാൻ വേണ്ടി നമ്മുടെ കാരണവന്മാർ ജോലി ചെയ്തിരുന്നു, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്തിരുന്നു, ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുകയാണോ നമ്മളൊക്കെ അല്ലേ? അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ജീവിക്കുകയാണോ? എല്ലാവരും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അതിൽ നിന്നൊരു റിട്ടേൺസ് ഉണ്ട്, സുഖമായി ജീവിക്കുക. അതല്ലല്ലോ ഇപ്പോഴത്തെ ഒരു ബിസിനസ്സുകാരൻ. ഉടനെ അടുത്ത അതിനേക്കാൾ അപ്പുറത്തെ ബിസിനസ് തുടങ്ങി, അതിൻ്റെ അപ്പുറത്തെ എല്ലാം കൂടുതൽ അല്ലേ നമ്മൾ കാണുന്നുണ്ട്. ഒരു പാടാൻ വേണ്ടി ജീവിക്കുന്ന എന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിന്ന് മാറി ജീവിക്കാൻ വേണ്ടി പാടുക എന്നുള്ളൊരു അത് തിരിച്ചു വരെയും ചെയ്തല്ലേ? എല്ലാം മാറി. ഓണപ്പാട്ടുകളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പണിക്കർ സാറിൻ്റെ ഒക്കെ അല്ലേ അങ്ങനെ പാട്ടുകളുണ്ടായി വരുന്നതൊക്കെ ശ്രീമാർ നിന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളൊക്കെ അത്തരം പാട്ടുകൾ എത്രയോ പേര് പാടി കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ശ്രീമാറിൻ്റെ അതിൻ്റെ ഒരു ഉത്ഭവം തൊട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, കൊച്ചിലെ എനിക്ക് പറ്റിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം നാടൻ പാട്ടുകൾ, കുറേ നാടൻ പാട്ടുകളും അവിടെ കളക്ഷൻ പോവും, അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വേണുചേട്ടനും നെടുവിടെ വേണുചേട്ടനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ, നാടകത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി ഇതുപോലെ ചൊൽക്കാഴ്ചയ്ക്ക് കവിതകൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു, അത് എൻ്റെ വെറുതെ കവിത ചൊല്ലാനുള്ളതല്ല, അത് വേഷമൊക്കെ കെട്ടി. ഇപ്പോൾ ഐ പണിക്കർ സാറിൻ്റെ കവിതകൾ, ഇപ്പോൾ റോസലി എന്നൊക്കെ പറഞ്ഞ കവിതയൊക്കെ മനുഷ്യരെ ചൊല്ലി വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അപ്പോൾ കവിതയുടെ കണ്ടന്റ് ആണോ ഈ നമ്മൾ നാടകം പോലെയാണോ കാണിക്കുന്നത്? അതെ അതെ, അത്തരം കവിതകളാണല്ലോ എടുക്കുന്നത്. ഇപ്പം കള്ളൻ, ഐ പണിക്കർ സാറിൻ്റെ കള്ളൻ എന്നുള്ള കവിത, വെറും മോഷ്ടാവായോരവനെ കള്ളൻ എന്ന് വിളിച്ചില്ലേ, വെറും സിമ്പിൾ സാധനം. പക്ഷെ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി മാനങ്ങൾ വരുന്നു. വെറുതെ പശുവിനെ മോട്ടിച്ചത് അത് പാല് കുടിക്കാനായിരുന്നു. നിസ്സാരനായ ഒരാളെ ഒത്തിരി മാനങ്ങൾ ഉള്ള ഒരു, എല്ലാ കളവിനും ഓരോ ന്യായങ്ങൾ കണ്ടെത്തുക, അത് വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേദിയും സ്റ്റേജും ഒക്കെ വേണോ? അതോ എവിടെയോ കവിയരങ്ങ് എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ, അതിനെ ഒരു ചൊൽക്കാഴ്ച എന്നൊരു അതിന് മാറ്റിയെന്നേ ഉള്ളൂ. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പാടിക്കഴിഞ്ഞ കവിതയെക്കുറിച്ച് ഇരിക്കുന്നവർ മുഴുവൻ മനസ്സിലാകണമെന്നില്ല. ഇത് വരുമ്പോൾ കുറേയൊക്കെ മനസ്സിലാകും. ചുരുക്കി പറഞ്ഞാൽ ഈ അർത്ഥം അറിഞ്ഞ് ചെയ്യുക എന്ന് പറയില്ലേ, അതെ, അത്ര തന്നെ ഉള്ളൂ. ശ്രീകുമാർ പാടി തുടങ്ങുന്നത് എന്നാണ്? ആദ്യകാലത്ത് ക്ലാസിക്കൽ സോങ്സ് അതാണ് അത് പഠിച്ചിരുന്നത്. അന്ന് സിനിമാ ഗാനങ്ങളൊന്നും കേൾക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ദക്ഷിണാമൂർത്തി സ്വാമി അച്ഛനുമായിട്ട് ഈ ബാലെ ട്യൂൺ ചെയ്യാനായിട്ട് വരും. എന്താ ഓപ്പറ അത് വരും. ഒരു ദിവസം പിന്നെ മദ്രാസിൽ നിന്ന് സ്വാമി വരും, രാത്രി മുഴുവനൊന്ന്, അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് അച്ഛൻ എഴുതുക, ദക്ഷിണാമൂർത്തി സ്വാമി അത് ട്യൂൺ ചെയ്ത് ഉടനെ അത് ടേപ്പിലാക്കും. അതാണ് പിന്നെ ആ വർഷം മുഴുവൻ കളിക്കുന്ന ഒരു
ഓപ്പറ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്വാമി അങ്ങ് പോവുകയും ചെയ്യും. അത്തരം പാട്ടിൽ ഏതെങ്കിലും ഓർക്കാൻ പറ്റുന്നു? അത്തരം വളരെ കൊച്ചിലെ ആണ്. അപ്പോൾ അത്തരം ഒരു വരവിലാണ് സ്വാമി കാലത്തിറങ്ങിയ പിന്നെ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി. അത് മാത്രമേ അത് ഒരിക്കൽ വന്നപ്പോൾ എന്നത് നേരിട്ടൊന്ന് പഠിപ്പിച്ചു. അത്ര ഒരു കൊച്ചിലെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സ്വാമി തന്നെ പഠിപ്പിച്ചു? സ്വാമി തന്നെ അത് പഠിപ്പിച്ചു. ആ ഇടയ്ക്ക് ഇറങ്ങിയാണെന്ന് പറഞ്ഞിട്ട് ബേഗഡ രാഗത്തിൽ. പാട്ടല്ലേ? അതെ.